ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീ സ്നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. കുഞ്ഞാറ്റ അച്ചായൻ വളരെ ചെറുപ്രായത്തിൽ പഠിച്ചിരുന്ന കോഴ്സൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ധീരസാഹസികമായിട്ടൊരു വിവാഹം എന്നുള്ള വ്യവസ്ഥയിൽ ഏർപ്പെടുകയാണ്. രണ്ട് വീട്ടുകാരുടെയും സപ്പോർട്ടില്ല. കാരണം അവർ പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണ്. അപക്വമായിട്ടുള്ള പ്രായത്തിൽ ഇങ്ങനെ ഒരു വിവാഹം വേണോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അവർ വിവാഹിതരായി. അതായത് വാടക വീട് എടുത്തിട്ട് താമസിക്കുകയാണ്. അപ്പോഴൊന്നും ഭർത്താവിൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ വീട്ടുകാരുടെ സാന്നിധ്യം ഒട്ടും നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഒരു മകനെ അവരുടെ രണ്ട് ആൺമക്കളും അമ്മ അച്ഛൻ എന്നുള്ള കുടുംബത്തിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുമ്പോൾ തുടക്കത്തിൽ കുഞ്ഞാറ്റ ഇങ്ങനെയുള്ള അനന്തരഫലങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. അവർ ജീവിതം അവരുടെ വിചാരം യൂട്യൂബ് ഉള്ളതുകൊണ്ട് തന്നെ ഭർത്താവ് ജോലിക്ക് പോയില്ലെങ്കിലും ഭംഗിയായിട്ട് ജീവിക്കാം, പ്രൊമോഷൻ വർക്ക് ഉണ്ട്, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടല്ലോ, അപ്പോൾ അച്ചായൻ ജോലിക്കൊന്നും പോകണ്ട, നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ അപക്വമായിട്ടുള്ള തീരുമാനം, അല്ലെങ്കിൽ അയാളോടുള്ള പ്രണയം മൂത്തിട്ട് അയാൾ എപ്പോഴും ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ അയാളെയും കൊണ്ട് ജീവിതം തുടങ്ങുന്നു. അയാളില്ല, അധ്വാനമില്ല, വരുമാനമില്ല. സ്വാഭാവികമായിട്ട് ഇവരുടെ ചാനലും മോശമില്ലാതെ മുന്നോട്ട് പോയി ഒരു കുട്ടിയാവുന്നവരെ ജീവിതം വളരെ സംതൃപ്തമായിരുന്നു. കുട്ടിയായി കഴിഞ്ഞപ്പോൾ അമ്മ ഭാര്യ എന്നുള്ള ആ റോളുകൾ മാറി. ഇപ്പം മാനസിക നില മാറി, വരുമാനം കുറഞ്ഞു, ജീവിത ചെലവ് കൂടി, കാർ എടുത്തു, ക്യാമറ എടുത്തു, അടവുകൾ കൂടി. സ്വാഭാവികമായിട്ട് ഇതൊക്കെ ആരുടെ തലയിലായി? കുഞ്ഞാറ്റയുടെ തലയിലായി. പതുക്കെ 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 ഭർത്താവിനെ പറ്റിയും ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയൊക്കെ നെഗറ്റീവായിട്ടുള്ള ചില തൊട്ടാൽ അല്ലെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് മനസ്സിലാവുന്ന ചില ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ തുടങ്ങി. വ്യൂസ് കൂടി, അത്യാവശ്യം നല്ല രീതിയിൽ അവരെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം തുളച്ചു. പക്ഷേ അതൊന്നും അവർക്ക് മതിയായില്ല എന്നുള്ളതാണ്. കാരണം ഈ അടവുകളുണ്ട്, വാടക കൊടുക്കണം, കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇരിക്കുക അവരുടെ ജീവിതം ഇങ്ങനെ അതിൻ്റെ ഇടയിൽ പേഴ്സണലായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടാവുന്നു. ഇവരുടെ ഫോൺ ഉപയോഗത്തിൻ്റെ പേരിൽ അയാളുടെ ഫോണിൽ നിന്ന് ഇവർക്ക് മോശമായിട്ടുള്ള ചില സൂചനകൾ കിട്ടി. അതിന്മേൽ അവർ ചില പോലീസ് കേസ് വരെ, അതായത് ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കേസ് നിലവിൽ അവരുടെ ഇടയിൽ വന്നപ്പോൾ അതുവരെ വീഡിയോയിൽ ആക്റ്റീവായിരുന്ന അച്ചായൻ അപ്രത്യക്ഷനാവുന്നു. ഞാൻ ഇനി വീഡിയോയിലില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു സ്പ്ലിറ്റ് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ പോലെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വീഡിയോകൾ ഇടുന്നുണ്ട്. പിന്നെയൊക്കെ കുഞ്ഞാറ്റ തന്നെയായി. വീഡിയോയുടെ പിന്നിൽ ആരായിരിക്കും ക്യാമറാമാൻ? അച്ചായൻ തന്നെ. അപ്പോൾ അയാൾ ജോലിക്ക് പോകുന്നില്ല, രാവിലെ എടുത്ത് കൈക്കോട്ടെടുത്ത് കളച്ച് പൈസ കൊണ്ടുവരുന്നില്ല എന്നേ ഉള്ളൂ. ഇൻഡയറക്റ്റായിട്ട് അയാളുടെ സപ്പോർട്ടൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാമതൊരു കുഞ്ഞുണ്ടാവില്ലല്ലോ. അത്ര മോശം ഹസ്ബൻഡാണെങ്കിൽ നമ്മൾ ആദ്യത്തെ കുഞ്ഞുണ്ടാവുമ്പോൾ മതി, ഇയാൾ ഇനി ശരിയാവില്ല എൻ്റെ ജീവിതത്തിൽ, പ്ലീസ് ഒന്ന് ഒഴിഞ്ഞു പോകുക, അല്ലെങ്കിൽ വിവാഹമോചനത്തിന് കേസ് കൊടുക്കുക. അതൊന്നും അവർ ചെയ്യുന്നില്ല. രണ്ടാമതൊരു കുഞ്ഞുണ്ടാവുന്നു, ആ കുഞ്ഞ് നിർഭാഗ്യവശാൽ ഗർഭാവസ്ഥയിൽ തന്നെ മരിച്ചു പോകുന്നു. അതോടുകൂടി ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവരുടെ കൺട്രോൾ പോയി. ഇനിയും ഇങ്ങനെ തുടർന്ന് ജീവിതം കൊണ്ടു നടക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവർ ഇനി രക്ഷപ്പെടാനായിട്ടുള്ള മാർഗം എന്നുള്ള നിലയ്ക്ക് അവർ യൂറോപ്പിലേക്ക് പോവുകയാണ്, മാൾട്ടയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അതുവരെ മാൾട്ടയിൽ അന്ന് വിമാനത്താവളത്തിലും കുഞ്ഞാറ്റയും അച്ചായനെയും ഒരുമിച്ച് കണ്ട ആളുകൾ മാൾട്ടയിൽ ചെന്നവർ ഡിവോഴ്സായി എന്നുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കുഞ്ഞാറ്റ ഇടുമ്പോഴാണ് അറിയണത് ഡിവോഴ്സായോ എന്ന്. അതിനെ ചൊല്ലി പിന്നെ അച്ചായനോട് ഒരുപാട് പേര്, അച്ചായൻ വേറൊരു ചാനൽ തുടങ്ങുന്നു, ഹൈ റേഞ്ച് ഫാമിലി എന്നുള്ള പേരിൽ. അച്ചായൻ്റെ അച്ഛനും അമ്മയായിട്ടുള്ള യാത്ര തുടരുന്നു. ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അയാൾ ആദ്യം അതിനെപ്പറ്റിയൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. പിന്നെ 2-3 വീഡിയോകളിലൊക്കെ അയാൾ അതിനെ ഇൻഡയറക്റ്റായിട്ട് പരാമർശിച്ചു തുടങ്ങി. അപ്പോൾ ഈ ഭാഗത്തും കുഞ്ഞാറ്റയും അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് പറഞ്ഞു തന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഇഷ്യൂസ് വലുതായിട്ട് നമ്മളുടെ യൂട്യൂബിലെ മെയിനായിട്ടുള്ള താത്ത ഏറ്റെടുക്കുന്നു. താത്ത പിന്നെ പറയണ്ടല്ലോ, ഇതിൻ്റെ അതായത് ഈ കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡിനെതിരെ ഭയങ്കര മോശമായിട്ടുള്ള ആരോപണങ്ങൾ, അതായത് കുഞ്ഞാറ്റയോ കുഞ്ഞാറ്റയുടെ അമ്മയോ നേരിട്ട് വന്ന് പറയാത്ത പല കാര്യങ്ങളും താത്ത പറയുന്നു. അവരുടെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും താത്ത കാണിക്കുന്നു, ബില്ലുകൾ കാണിക്കുന്നു, തെളിവുകൾ കാണിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? താത്ത അവരുടെ നാക്കായിട്ട് പ്രവർത്തിക്കുകയാണ് അല്ലേ? അവർ സപ്പോർട്ട് ചെയ്ത് എന്തായാലും ഇവർ ഇത്രയും ഇവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വന്ന് പറയില്ലല്ലോ തെളിവോടുകൂടി. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പുറത്ത് അച്ചായനും അമ്മയും അതിനെതിരെ രംഗത്ത് വന്നു. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും ഇടപെട്ടിട്ടില്ല. സ്വന്തം മകൻ 2 മക്കളെ പോറ്റി വളർത്തി ആ അമ്മ തുണിക്കടയിൽ പോയി അവരുടെ വ്യക്തിത്വത്തെ പറ്റി ഇവിടെ പറയാതെ വയ്യ കേട്ടോ. അവർ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പാവം സ്ത്രീയാണ്, നന്നായി അധ്വാനിക്കുന്ന ഒരു സ്ത്രീ. 2 ആൺമക്കളെ പൊഞ്ഞുപോലെ വളർത്തി. അതിലൊരു മകനെ കല്യാണത്തോടു കൂടി പിന്നെ അവർക്ക് കാണാൻ കിട്ടിയിട്ടേ ഇല്ല. അതൊരു സത്യമാണ്. വിവാഹം കഴിഞ്ഞോടുകൂടി മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയായി മാറി. അതുവരെ അതിനെ പൊഞ്ഞുപോലെ കൊണ്ടു നടന്ന 2 ആൺകുട്ടികളെ പൊഞ്ഞുപോലെ പരിപാലിച്ചു കൊണ്ടു നടന്ന വളരെ ദൈവഭക്തിയായിട്ടുള്ള ഒരമ്മ, സ്നേഹമയി ആയിട്ടുള്ള ഒരമ്മ. ഇവരുടെ ജീവിതം തുടങ്ങിയപ്പോൾ സർവാത്മന പറ്റാവുന്ന സപ്പോർട്ടൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ.
ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഇവരുടെ പ്രൈവസിക്ക് ഇവരെ വിട്ടുകൊടുത്ത് അവർ ആ അമ്മയും അച്ഛനും മറ്റേ ആൺകുട്ടിയും ഇവരുടെ കാര്യത്തിൽ ഒന്നും ഇടപെടാതെ സന്തോഷമായിട്ട് അവരവിടെ ജീവിച്ചു വന്നു, ഇവരിവിടെ ജീവിച്ചു വന്നു. അല്ലെങ്കിൽ മകനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ ഒന്നും അവർ പെരുമാറുന്നില്ല. പിന്നെ ഈ കുഞ്ഞാറ്റയുടെ രണ്ടാമത്തെ ഗർഭസമയത്ത് കുഞ്ഞാറ്റ അവരെ വിളിക്കുന്നു, ജോലി കളഞ്ഞു വന്ന് എന്നെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ എന്നെ ശുശ്രൂഷിക്കണം, എൻ്റെ രണ്ടാമത്തെ പ്രസവം എടുത്തു എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് പോന്നു, എനിക്ക് ജോലി കളയാൻ പറ്റില്ല. കാരണം വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്ന അവരുടെ ഉപജീവന മാർഗം പെട്ടെന്ന് ഒരു ദിവസം കളഞ്ഞ് മരുമകളുടെ പ്രസവം നോക്കാൻ വരണമെന്ന് പറഞ്ഞാൽ ഇവരതുവരെ അവരെ അത്ര നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുള്ള ആളുകളൊന്നുമല്ല. കല്യാണം കഴിഞ്ഞ് ആ മകനെയും കൊണ്ട് പോകുന്ന കുഞ്ഞാറ്റ അവരുടെ മകനെ അവരുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത് പോന്നിട്ട് പിന്നെ വീണ്ടും അവരുടെ സപ്പോർട്ട് വേണം, നിങ്ങൾ ജോലി കളയണമെന്ന് പറഞ്ഞാൽ ആ അമ്മ കളഞ്ഞില്ല. അതൊരു സത്യമാണ്. കുഞ്ഞാറ്റയുടെയും ഈ ഭർത്താവിൻ്റെയും ജീവിതം വളരെ മോശം അവസ്ഥകളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അവസാനം കുഞ്ഞാറ്റ യൂറോപ്പിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഭർത്താവിന് വലിയൊരു ആക്സിഡൻറ്റ് പറ്റുകയാണ്. ആ ആക്സിഡൻറ്റിൻ്റെ സമയത്ത് ഈ അമ്മയുടെയോ അച്ഛൻ്റെയോ അനിയൻ്റെയോ സാന്നിധ്യം അവിടെ ഇല്ല. അയാളുടെ മുഖം പല്ലൊക്കെ വല്ലാത്ത രീതിയിൽ മോശമായിട്ടുള്ള അപകടം പറ്റുന്നു. അതിൻ്റെ ക്ലൈമാക്സിലൊക്കെ കുഞ്ഞാറ്റ പറയുന്നുണ്ട്, അച്ചായൻ്റെ വീട്ടുകാരെ എവിടെയെന്നൊക്കെ അടിയിൽ ചോദിക്കുമ്പോൾ അത് അവർ ഒരു സപ്പോർട്ടും ചെയ്തില്ല എന്നുള്ള മട്ടിലൊക്കെയാണ് ശരിക്കും പ്രസൻറ്റ് ചെയ്യണത്. പക്ഷേ അതിൻ്റെ ഇന്നലെ അച്ചായനും ഇവരുടെ അമ്മയും വന്ന് പറഞ്ഞതിൽ നിന്ന് ആ അമ്മ ആശുപത്രിയിലേക്ക് വരികയും എല്ലാ രീതിയിലുമുള്ള ചികിത്സാ സഹായങ്ങൾ സപ്പോർട്ട് ചെയ്ത് മരുമകളെയും മകനെയും ആ സമയത്ത് ആപൽ സമയത്തൊക്കെ തുണച്ചിട്ടുണ്ട്. അപ്പോൾ ആ അമ്മയെ ഇന്നലെ വല്ലാത്ത മോശം രീതിയിൽ ഈ സ്ത്രീ ഈ യൂട്യൂബിലെ ഈ താത്ത എന്ന് പറയുന്ന സ്ത്രീ പരാമർശിച്ച് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ വേദന തോന്നിയിട്ടാ. ആ അമ്മയും അച്ഛനും ഈ മകനെ വളർത്തി വലുതാക്കി എന്നല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മകന് ഒരു ഭാര്യ വേണം, കുടുംബം വേണം എന്ന് തോന്നിയപ്പോൾ അവർ വിട്ടുകൊടുത്തു. ലെറ്റ് ദം ലീവ്. അതായത് അവരിവരുടെ ജീവിതത്തിലെ പ്രൈവസി ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഇടപെട്ടില്ല. ആ മകനെ ജീവിക്കാൻ അനുവദിച്ചു. ആ മകനും ഭാര്യയും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ട് അവർ മാറി ജീവിച്ചു. അതല്ലാതെ ഇപ്പോൾ മകനും ഭാര്യയും തമ്മിൽ വല്ലാത്തൊരവസ്ഥയായി മോശം വിവാഹബന്ധം ഏർപ്പെടുത്തി എന്നുള്ള രീതിയിൽ ആ മകൻ തിരിച്ചു തന്നപ്പോൾ അവർ രണ്ട് കൈകളും നീട്ടി ആ മകനെ സ്വീകരിച്ചു. കാരണം ആ അച്ഛനും അമ്മയ്ക്കും വേറെ ഓപ്ഷനൊന്നുമില്ല. സ്വന്തം മകനാണ്. അവൻ എന്തൊക്കെ കുരുത്തക്കേടുകളും കുറ്റങ്ങളും വിഷമങ്ങളും ഒക്കെ കാണിച്ചു വന്നാലും എന്തുകൊണ്ടല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയണത്, നിങ്ങളുടെ മരുമകളെ അവൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ ആ അമ്മയുടെ ഒരു വേർഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം മകനെ ചേർത്ത് പിടിക്കാതെ വയ്യ. അവരും കൂടി കൈവിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തേക്കാം. ആ മകൻ ആത്മഹത്യ ചെയ്ത് നിൽക്കുന്നത് കാണുന്ന ആ ഒരു ഇത് വേണ്ട അവനെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ആ അച്ഛനും അമ്മയും ഇപ്പോൾ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അയാളെ ആ എല്ലാം നഷ്ടപ്പെട്ടു, തൻ്റെ തെറ്റുകൊണ്ടായിരിക്കാം, എന്നാൽ പോലും അവരുടെ ഒരു മകൻ എന്നുള്ള രീതിയിൽ അവർ അഭയം കൊടുത്തു. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ മറ്റേ സ്ത്രീ ഇവരെ പറ്റിയിട്ടൊക്കെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഇവരെ പറ്റി പറയുന്ന കുറേ ചീത്ത വാക്കുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നും കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഈ അച്ഛനും അമ്മയൊന്നും ഇതിലൊന്നും പങ്കാളികളല്ല. അവരവരുടെ ജീവിതം ഭംഗിയായിട്ട് ജീവിച്ചു തീർക്കുന്നു. അധ്വാനിക്കുന്ന മനുഷ്യരാണ്. അവരവരുടേതായിട്ടുള്ള ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ മകൻ്റെ അപക്വമായിട്ടുള്ള ഒരു വിവാഹത്തിലേക്കുള്ള എടുത്തുചാട്ടം, അതിലും അവർ എതിർപ്പൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ നന്നായി സൽക്കരിച്ച് വിടുന്നു മകളെയും മരുമകളെയൊക്കെ. അങ്ങനെ അവർ വേറെ ജീവിച്ച് പോവുകയാണ്. സ്വന്തം മകനെ പറിച്ചെടുത്ത് കൊണ്ടുപോയ പോലെ കൊണ്ടുപോയിട്ടും അവർ വളരെ സംയമനം പാലിച്ചൊരമ്മയാണ്. അപ്പോഴും അവൻ വല്ലപ്പോഴും ചെന്ന് കാണുമ്പോൾ ആ ചെറിയ കുട്ടിയെ ആ മരുമകളെ ഒക്കെ അവർ നന്നായി ട്രീറ്റ് ചെയ്ത് വിടുന്നുണ്ടെന്ന്. എന്നിട്ടും അവരെ ഈ പബ്ലിക് മീഡിയയിൽ ആ പാവം സ്ത്രീനെ കൊണ്ടുവന്നിട്ട് മറ്റേ സ്ത്രീ പറയുന്ന കുറേ അനാവശ്യങ്ങളുണ്ട് കേട്ടോ. അമ്മ എന്നുള്ള ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാറ്റയുടെ അമ്മയെക്കാളും നല്ല ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ്. കാരണം ഈ അമ്മ ഇവർക്ക് വേണ്ടി ഒരുപാട് നിലപാടുകൾ, തൻ്റെ പല വിഷമങ്ങളും മാറ്റിവെച്ച് ഇവരുടെ സന്തോഷത്തിൽ സർവാത്മന പങ്കെടുത്ത ഒരാളാണ്. ഒരു അമ്മയുടെ വിഷമങ്ങൾ അവർ പലപ്പോഴും പുറത്ത് കാണിക്കാതെ. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മകൻ തിരിച്ചു ചെന്നപ്പോഴും അച്ഛനും അമ്മയും സ്വീകരിക്കുകയാണ്. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവരുടെ കുഞ്ഞിനെ അവരല്ലേ സ്വീകരിക്കാൻ. ഇന്നലെ ആ റിയാക്ഷൻ വീഡിയോയിൽ മറ്റേ സ്ത്രീ ചോദിക്കുന്നുണ്ട്, നിന്റെ മോൻ്റെ കയ്യിലിരിപ്പം നിനക്ക് കാണുന്നില്ലേ, എന്നിട്ട് നീ എന്താടി അപ്പം ഉണ്ടായിരുന്നത്, നിൻ്റെ ചെവിയിൽ എന്താടി, നിൻ്റെ അങ്ങനെ ഇങ്ങനെ ഏറ്റവും മോശമായ വാക്കുകളിലൂടെ ഈ അമ്മ എന്ത് ചെയ്യണം? മകൻ്റെ എല്ലാ കാര്യത്തിനും അവർ കൂട്ടു നിന്നു. മകൻ നന്നായി ജീവിച്ചപ്പോഴും അവർ സന്തോഷിച്ചു. എല്ലാം തകർന്ന് ഭാര്യയും കുഞ്ഞും ഒന്നുമില്ലാതെ, ഈ ലോകത്ത് ഒന്നുമില്ലാതെ അയാൾ ഒരു അഭയം പോലെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, ഇല്ല നിൻ്റെ കയ്യിലിരിപ്പോണ്ട് നിൻ്റെ ഭാര്യ പോയി, നിൻ്റെ മോൻ പോയി,
ഇനി ഞങ്ങൾ നിന്നെ നോക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് അവർ ആട്ടിയിറക്കാൻ പറ്റുമോ? അവരെന്ത് പഴിച്ചു? അവരുടെ മകൻ്റെ കയ്യിലിരിപ്പ് അല്ലെങ്കിൽ അവരുടെ മരുമകളുടെ മോശം കയ്യിലിരിപ്പ്, രണ്ടുപേരുടെയും ജീവിതം കൊളായി എന്നുള്ളതുകൊണ്ട് ആ അമ്മയെ ഇങ്ങനെ തെറി വിളിക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു കാര്യമുണ്ടായിരുന്നില്ല. കാരണം ആ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പോഴും മകനെ സർവാത്മന അവരിപ്പോഴും അതെ, ഈ എല്ലാ വീഡിയോകളിലും അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള ഷോർട്ടുകളൊക്കെ എന്തുകൊണ്ടാണ് ആ മകൻ എങ്ങനെയെങ്കിലും ഒരു 10 പൈസ കിട്ടി അവൻ്റെ ജീവിതം ഒന്ന് സുരക്ഷിതമാവട്ടെ, അവനെ ഒന്ന് മേൽപോട്ട് കയറ്റുക എന്നുള്ള ഒരു ട്രയലിൻ്റെ ഭാഗമായിട്ടാണ് ഈ യൂട്യൂബിൽ പോലും ഈ ഷോർട്ടുകളിലൊക്കെ അച്ഛനും അമ്മയും സഹകരിക്കുന്നത്. അപ്പോൾ നിരപരാധികളായിട്ടുള്ള അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ ഒക്കെ കൊണ്ടുവന്നിട്ട് യൂട്യൂബിലിട്ട് തെറി കേൾപ്പിക്കുക എന്ന് പറയണത്, അല്ലെങ്കിൽ ആ തെറി വിളിക്കുക എന്ന് പറയണത് തന്നെ ശരിക്കും മഹാപാപം തന്നെയാണ്. എന്തായാലും ഇന്നലെ അവരെ പറ്റി പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്യണം തോന്നി. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.